പോളിംഗ് ബൂത്തിൽ മോക്ക് പോളിന് ശേഷം ഒറിജിനൽ പോളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ EVM സീലിംഗ് ഉണ്ട്. EVM സീലിങ്ങിലെ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ സീൽ ചെയ്താൽ മതി. കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റ്, ഗ്രീൻ പേപ്പർ സീല്, സ്പെഷ്യൽ ടാഗ്, അഡ്രസ് ടാഗ്, ഇതിപ്പോൾ 3 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സീൽ ചെയ്യേണ്ടത്. രണ്ടാമത് VVPAT പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ്, അഡ്രസ് ടാഗ് മാത്രം ഉപയോഗിച്ച് നമുക്ക് സീൽ ചെയ്യണം. ഇത് പ്രോപ്പറായി സീൽ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഒറിജിനൽ പോളിലേക്ക് കടക്കാൻ കഴിയൂ. മോക്ക് പോളെല്ലാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ എടുത്ത് മോക്ക് പോളിൻ്റെ എല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രക്രിയയിലേക്ക് കടക്കുക. ഈ മിഷനിലെ കൺട്രോൾ യൂണിറ്റിലെ ഈ ഭാഗമാണ് നമ്മൾ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റ് നമുക്ക് സീൽ ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ടാഗ്, അതുപോലെ ഗ്രീൻ പേപ്പർ സീല്, അഡ്രസ് ടാഗ്, ഇവ 3 ഉപയോഗിച്ചിട്ട്. നമ്മുടെ VVPAT പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ് ഇതാണ്. ഈ പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ് അഡ്രസ് ടാഗ് മാത്രം ഉപയോഗിച്ച് സീൽ ചെയ്യണം. നോക്കാം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് റിസൾട്ട് കമ്പാർട്ട്മെൻറ്റ്, അതായത് കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ആദ്യം ഗ്രീൻ പേപ്പർ സീൽ ഉപയോഗിച്ച് ആ പ്രോസസ്സ് പൂർത്തീകരിക്കും. അതിനുശേഷം സ്പെഷ്യൽ ടാഗിൻ്റെ പ്രോസസ്സ് പൂർത്തീകരിക്കും. അതിനുശേഷം അഡ്രസ് ടാഗ് ഉപയോഗിച്ച് അവ പൂർത്തീകരിക്കും. അപ്പോൾ ഇത് 3 ഈ ഓർഡറിലാണ്. ഗ്രീൻ പേപ്പർ സീല്, പിന്നീട് സ്പെഷ്യൽ ടാഗ്, പിന്നീട് അഡ്രസ് ടാഗ്. ഇത് 3 ഉപയോഗിച്ച് നമ്മളുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റ് സീൽ ചെയ്യും. പിന്നീട് നമുക്കുള്ളത് VVPAT പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റാണ്. ഈ അഡ്രസ് ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സീൽ ചെയ്യുന്നത്. അഡ്രസ് ടാഗിനകത്ത് മുഴുവൻ കാര്യങ്ങളും, അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതണം. നമ്പറുകളും മറ്റുമൊക്കെയാണ് അത് എഴുതണം. പോളിംഗ് ബൂത്തിൻ്റെ പേരും ഒക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ പേപ്പർ സീലിലും സ്പെഷ്യൽ ടാഗിലും യുണീക്ക് നമ്പറുണ്ട്. ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിലെ ആദ്യത്തെ പടം നമുക്ക് പോളിംഗ് ചെയ്യാനായിട്ട് തരുന്ന VVPAT ആ ഒരു അഡ്രസ് ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത് നമ്മൾ കാണിച്ചേക്കുന്ന ആ പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ്, ആ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ് ആഫ്റ്റർ മോക്ക് പോൾ ബിഫോർ ഒറിജിനൽ പോൾ നമ്മൾ സീൽ ചെയ്യണം. കാരണം ഡ്യൂറിങ് ദി പോളിൽ നമുക്ക് വീഴുന്ന വോട്ടർ സ്ലിപ്പുകൾ മുഴുവൻ അതിനകത്താണ്. ആ സ്ലിപ്പ് ഒരു കാരണവശാലും പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് സീൽ ചെയ്ത് വെക്കണം. ഇനി അതുപോലെ ഈ പേപ്പർ സ്ലിപ്പ്, അതായത് ഗ്രീൻ പേപ്പർ സ്ലിപ്പ് സീൽ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കാണിച്ചേക്കുന്നത്. ആ രണ്ടാമത്തെ ചിത്രം, ആ ഗ്രൂവിനകത്ത് കറക്റ്റ് കളറുകൾ, ആദ്യം പച്ച കളർ തന്നെ, അതായത് സ്ലിപ്പിൻ്റെ A പാർട്ട് കയറിപ്പോണം. കറക്റ്റ് ഗ്രൂവിൽ വന്നതിന് ശേഷം നമ്മളത് ഇന്നർ ഡോറിലാണ് പിടിപ്പിക്കുക. ഇന്നർ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഔട്ടർ ഡോർ വെക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കൺട്രോൾ യൂണിറ്റ് സീല് ചെയ്യുന്നതിനാവശ്യമായ ഗ്രീൻ പേപ്പർ സീലാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ 2 കളറിംഗ് ഉണ്ടാവും. AB എന്ന് പറയുന്ന സ്റ്റിക്കർ ഉണ്ടാവും. ഇതാണ് നമ്മൾ മോഡിഫൈഡ് ഗ്രീൻ പേപ്പർ സീൽ നമ്മൾ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മറുസൈഡ് കൂടി നമുക്ക് നോക്കണം. ഇതിൻ്റെ മറുസൈഡ് നമ്മൾ കണ്ടാൽ ആ മറുസൈഡിലെ ഗ്രീൻ പേപ്പർ സീലിനെല്ലാം ഒരു നമ്പർ ഉണ്ടാവും. നമ്പർ നമ്മൾ ഇതിനിടയ്ക്ക് നോട്ട് ചെയ്യേണ്ടതാണ്. ഇതിന് ഗ്രീൻ കളറുമായിരിക്കും ഉള്ളത്. പിന്നീട് ഇതിനകത്തുള്ള മറ്റൊരെണ്ണം പിങ്ക് പേപ്പർ സീലാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തിൽ വെച്ച് ഇത് ഉപയോഗിക്കേണ്ടതല്ല. ഇത് നമ്മുടെ മെഷീനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കമ്മീഷൻ സമയത്തും മറ്റും. ഇതൊരു ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതിന് 2 പാർട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റിക്കർ എടുത്ത് അതിലേക്ക് ഒട്ടിക്കുന്നതാണ്. നമ്മളത് ഇങ്ങനൊരു സാധനമാണ് പിങ്ക് പേപ്പർ സീലെന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്പെഷ്യൽ ടാഗ്. ഇതാണ് സ്പെഷ്യൽ ടാഗ്. സ്പെഷ്യൽ ടാഗിന് ഒരു യുണീക്ക് നമ്പർ ഉണ്ടാവും. നമ്പർ നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. അത് ചിലയിടത്ത് മാർക്ക് ചെയ്യണം. അത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റിലെ ക്ലോസ് ബട്ടൺ, നമുക്ക് ഈ സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ചിട്ടാണ് അത് ക്ലോസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന അഡ്രസ് ടാഗാണ്. ആ അഡ്രസ് ടാഗ് വിവരങ്ങളൊക്കെ എഴുതിയാണ് ചേർക്കുന്നത്. മോക്ക് പോൾ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മോക്ക് പോളിൻ്റെ റിസൾട്ട് എടുക്കും. മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് എഴുതണം. പിന്നീട് ഇതിനകത്ത് നമ്മൾ മെഷീനിൽ കണ്ട വോട്ടും നമ്മൾ VVPAT നിന്നെടുത്ത പേപ്പർ സ്ലിപ്പും ഒക്കെ നമ്മൾ ടാലി ചെയ്ത് പോളിംഗ് ഏജൻറ്റന്മാരെയൊക്കെ ഇത് കാണിച്ച്
ഇതിനകത്ത് വോട്ടുകൾ മുഴുവൻ നമ്മൾ ക്ലിയർ ചെയ്ത് റിസൾട്ട് എടുത്ത് ക്ലിയർ ചെയ്ത് ഇതിന് ശേഷം നമ്മൾ ഒറിജിനൽ പോളിലേക്ക് കടക്കാൻ മിഷൻ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ആ മിഷൻ സജ്ജമാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യണം. ആ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ഡോറ് കാണാം. ആ ഇന്നർ ഡോറ് കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റിസൾട്ട് പ്രിൻ്റ് ക്ലിയർ എന്ന് പറയുന്ന 3 ബട്ടൺ കാണാം. ആ ഭാഗത്തേക്കാണ് നമ്മൾ മുമ്പ് കണ്ട ഗ്രീൻ പേപ്പർ സീൽ എടുത്തിട്ട് അതിൻ്റെ കളറുള്ള പച്ച കളർ മുകളിൽ വരത്തക്കോണം, അതായത് എ എന്ന് പറയുന്ന സ്ട്രിപ്പ് മുകളിലോട്ട് കയറത്തക്ക വിധത്തിൽ അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ആ 2 ഗ്രോയിലും കറക്റ്റായിട്ട് ആ കളർ വരത്തക്ക രീതിയിൽ വെക്കണം. ഇല്ലെങ്കിൽ നമ്പർ നമുക്ക് കൃത്യമായി ഗ്രീൻ പേപ്പർ സീലിൻ്റെ നമ്പർ കാണാനൊക്കാതെ വരും. അതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ട് ആ കമ്പാർട്ട്മെൻറ്റ്, അതായത് റിസൾട്ട് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇന്നർ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ സീൽ ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ക്ലോസ് ബട്ടൻ്റെ അവിടെ നമ്മൾ നേരത്തെ കണ്ട സ്പെഷ്യൽ ടാഗ് നമ്മൾ കൃത്യമായിട്ട് അവിടെ നമുക്ക് വെക്കണം. അത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ടോയിനെടുത്ത് നമ്മളവിടെ ഒരു ടോയിനെടുത്ത് കെട്ടിയിട്ട് അതിൻ്റെ ഇങ്ങേ അറ്റം നമുക്ക് ആ സ്പെഷ്യൽ ടാഗ് അതിനകത്തോട്ട് കയറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ വാക്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ വെക്കാൻ കഴിയും. നിങ്ങൾക്കത് കാണാം. നമ്മളത് കൃത്യമായിട്ട് കെട്ടി അതിന് ശേഷം നമ്മൾ മെഷീനകത്തെങ്ങും വാക്സ് വീഴാത്ത വിധത്തിൽ ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് മെഷീനകത്ത് വാക്സ് വീഴാത്ത വിധത്തിൽ വാക്സും മെറ്റൽ സീലും കൂടി ഉപയോഗിച്ചിട്ട് അവിടെ വാക്സ് പതിപ്പിക്കണം. ആ നമ്മുടെ സ്ട്രിപ്പിലും ആ കെട്ടിലും കൃത്യമായിട്ട് അത് വന്നിരിക്കണം. കാരണം കെട്ട് അതിനകത്ത് അതുപോലെ ആ സ്ട്രിപ്പും അതിനകത്ത് വരത്തക്ക വിധത്തിൽ അത് ചെയ്യണം. ചെയ്തിട്ട് അതിൻ്റെ മറു സൈഡിൽ അവിടെ ഹാജരായിട്ടുള്ള പോളിംഗ് ഏജൻറ്റന്മാരും പ്രിസൈഡിംഗ് ഓഫീസറും ഒക്കെ ഒപ്പിടണം. ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് അത് വെക്കണം. അത് വെച്ചിട്ട് അതിനകത്ത് എക്സ്ട്രാ കിടക്കുന്ന ആ നൂല്, ആ ടൊയിന് നമുക്കത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് വേണം അത് കറക്റ്റായിട്ട് ആ ക്ലോസ് ബട്ടൻ്റെ മുകളിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ക്ലോസ് ബട്ടൺ നമുക്ക് കിട്ടത്തക്ക വിധത്തിൽ അതിന് സംവിധാനം അതിനനുസരിച്ചിട്ടുള്ളതാണ് സ്പെഷ്യൽ ടാഗ് വെച്ചിട്ട് അത് ആ ഔട്ടർ കമ്പാർട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ ഔട്ടർ ഡോർ നമുക്ക് അടയ്ക്കാം. റിസൾട്ടിൻ്റെ ഔട്ടർ ഡോർ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇനി ഔട്ടർ ഡോർ നമുക്ക് സീൽ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീൻ പേപ്പർ സീലിൻ്റെ എ എന്ന് പറയുന്ന സ്റ്റിക്കറിൻ്റെ അവിടെ ഇളക്കി അത് ആ ഡോറിലോട്ട് തന്നെ ഒട്ടിക്കുന്നു. ഇപ്പുറത്തെ സൈഡിലെ ബി നമ്മൾ സ്റ്റിക്കർ ഇളക്കി അത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുമ്പോൾ ഗ്രീൻ പേപ്പർ സീലിൽ കാണിച്ചിരിക്കുന്ന നമ്പർ ഇത്രയും നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഈ ഗ്രീൻ പേപ്പർ സീലിൻ്റെ നമ്പറിനകത്തൊന്നും വരാത്ത വിധത്തിൽ അതിൻ്റെ അടുത്ത് നമുക്ക് ഹാജരായിട്ടുള്ള പോളിംഗ് ഏജൻറ്റന്മാരെ കൊണ്ടും പ്രിസൈഡിംഗ് ഓഫീസറും നമ്മൾ അത് ഒപ്പിടണം. ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി അഡ്രസ്സൊക്കെ കൃത്യമായി അതിൻ്റെ വിവരങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് ആ കമ്പാർട്ട്മെൻറ്റ് ഫുള്ളി നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടോയിൻ കൊരുത്ത് ആ അഡ്രസ് ടാഗ് എപ്പോഴും നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വെച്ച് സെലോ ടേപ്പ് അടിക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ. അവിടെ അഡ്രസ് ടാഗ് വെക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സൗകര്യപ്രദമായ അളവിൽ അതിൻ്റെ ടോയിനൊക്കെ എടുത്ത് നമ്മൾ അഡ്രസ് ടാഗ് അതിനകത്തോട്ട് വെച്ച് ആ അഡ്രസ് ടാഗ് കൃത്യമായി നമുക്ക് വാക്സും മെറ്റൽ സീലും ഉപയോഗിച്ച് അത് സീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓരോന്നും എടുത്ത് മതിയായ അളവൊക്കെ ഇടണം. കാരണം അതിൻ്റെ പുറകുവശത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് അതിൻ്റെ പുറകിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു കാർഡ്ബോർഡ് വെച്ച് നമ്മൾ ആ കാണുന്നത് പോലെ അതിനകത്ത് ശരിയായ വിധത്തിൽ വാക്സ് ഇടണം. വാക്സ് ഇട്ടിട്ട് പുറകുവശത്തെ നമ്പരൊന്നും മായാത്ത വിധത്തിൽ നമ്പരൊന്നും മറയാത്ത വിധത്തിലായിരിക്കണം അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് സ്വാഭാവികമായും അതിൻ്റെ പുറകുവശത്ത് നേരത്തെ ചെയ്തതുപോലെ പോളിംഗ് ഏജൻറ്റന്മാരും പ്രിസൈഡിംഗ് ഓഫീസറും ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വാക്സ് അടിച്ചതിന് ശേഷമായാലും മതി, എനിവേ അതിനകത്ത് സൈൻ ഉണ്ടാകണം. ആ കാർഡ്ബോർഡിൻ്റെ അടുത്തങ്ങോട്ട് വെച്ചിട്ട് അവിടെ കൃത്യമായിട്ട് നമ്മൾ സീൽ ചെയ്യുന്നു. സീൽ ചെയ്തതിന് ശേഷം നമുക്ക് അധികത്തിലുള്ള അതിൻ്റെ ടോയിൻ നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെലോ ടേപ്പൊക്കെ വെച്ച് ഈ മെഷീൻ്റെ പുറകിലെ നമ്പറുകളോ സ്റ്റിക്കറുകളോ ഒന്നും തന്നെ മാറാത്ത വിധത്തിൽ അതിൽ സെലോ ടേപ്പ് എടുത്ത് നമ്മൾ ഒട്ടിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ കൺട്രോൾ യൂണിറ്റ് നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞു. കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയുക. കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്താൽ ഈ VVPAT പേപ്പർ സ്ലിപ്പ് വീഴുന്ന ആ കമ്പാർട്ട്മെൻറ്റ്, അതായത് VVPAT സൈഡിലുള്ള ആ കമ്പാർട്ട്മെൻറ്റ്
നേരത്തെ കാണിച്ചതുപോലെ അഡ്രസ് ടാഗ് ഉപയോഗിച്ച് കൃത്യമായി അത് സീൽ ചെയ്യണം. സീൽ ചെയ്തതിന് ശേഷം മെഷീൻ ഓൺ ചെയ്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വർക്ക് ചെയ്യുക മീൻസ് അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ പേപ്പർ സ്ലിപ്പുകൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വീഴും. ഒരു കാര്യം ഉറപ്പിക്കണം, വി വി പാറ്റിൻ്റെ വാട്ടർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ് ഈ വീഡിയോയിൽ നമ്മൾ സീൽ ചെയ്തതായി കാണിക്കുന്നില്ലെങ്കിലും ഇത് ഉറപ്പായി സീൽ ചെയ്തിട്ടേ ഇത് ഫങ്ഷനിങ്ങിലേക്ക് പോകാവൂ. ഇപ്പോൾ സ്ലിപ്പ് വീണു, ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പോളിലേക്ക് തുടങ്ങാം. ഇതൊക്കെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മേശയുടെ മുകളിൽ വെച്ചല്ല, അതാത് സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യണം. ചെയ്താണ് പ്രവർത്തിക്കേണ്ടത്. നമുക്കുള്ളത് വി വി പാറ്റിൻ്റെ പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻ്റ് ആണ്. ഈ അഡ്രസ് ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സീൽ ചെയ്യുന്നത്. അഡ്രസ് ടാഗിനകത്ത് മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതണം. നമ്പറുകളും മറ്റുമൊക്കെയാണ് അത് എഴുതണം. പോളിംഗ് ബൂത്തിൻ്റെ പേരും ഒക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ പേപ്പർ സീലിലും സ്പെഷ്യൽ ടാഗിലും യുണീക്ക് നമ്പറുണ്ട്. ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിലെ ആദ്യത്തെ പടം നമുക്ക് പോളിംഗ് ചെയ്യാനായിട്ട് തരുന്ന വി വി പാറ്റ് ആ ഒരു അഡ്രസ് ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത് നമ്മൾ കാണിച്ചേക്കുന്ന ആ പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ്, ആ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ് ആഫ്റ്റർ മോക്ക് പോൾ ബിഫോർ ഒറിജിനൽ പോൾ നമ്മൾ സീൽ ചെയ്യണം. കാരണം ഡ്യൂറിങ് ദി പോളിൽ നമുക്ക് വീഴുന്ന വാട്ടർ സ്ലിപ്പുകൾ മുഴുവൻ അതിനകത്താണ്. ആ സ്ലിപ്പ് ഒരു കാരണവശാലും പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് സീൽ ചെയ്തു. താങ്ക് യു ഫോർ ഓൾ.